ഹായ് കൂട്ടുകാരെ. അപ്പോൾ അരിതമെറ്റിക് സീക്വൻസിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു കൺസെപ്റ്റാണ്. കീനോട്ടിലെ മൂന്നാമത്തെ പോയിൻ്റാണ് കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു 5 പോയിൻറ്റ്സ് ഉണ്ട്. പുതിയൊരു കൺസെപ്റ്റാണ്. സോ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് ക്ലാസ് കേൾക്കണം കേട്ടോ. ഓക്കെ, സോ ഏകദേശം ഒരു 5 പോയിൻറ്റ്സ് ഉണ്ട് നമുക്കിവിടെ. ആ 5 പോയിൻറ്റ്സും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ ഒന്നാമത്തെ പോയിന്റ്. In an arithmetic sequence with an odd number of terms n, the position of middle term is founded by adding 1 to the total number of terms and then dividing by 2. ഓക്കെ, സംഭവം കാണുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷേ ഭയങ്കര സിമ്പിളാണ്. ഞാൻ സിമ്പിളാക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത് കാണാപ്പാടം പഠിക്കേണ്ട കേട്ടോ. കീ നോട്ട്സ് ഒന്നും കാണാപ്പാടം പഠിക്കേണ്ട. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. പക്ഷേ കീ നോട്ട്സ് മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു അരിതമെറ്റിക് സീക്വൻസിലെ ടേമുകളുണ്ട്. ഓക്കെ, നമുക്കറിയാം ഒന്നാമത്തെ ടേമിന് നമ്മൾ x1 എന്ന് ഡിനോട്ട് ചെയ്യും, രണ്ടാമത്തെ ടേമിന് x2 എന്ന് പറഞ്ഞിട്ട്, മൂന്നാമത്തെ x3, അങ്ങനെ സോ ഓൺ xn വരെയുള്ള ടേംസ് ഉണ്ട്. സോ എത്ര ടേം വേണമെങ്കിലും ആവാം. ഓക്കെ, ഇപ്പോൾ x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടേം ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഒരു അരിതമെറ്റിക് സീക്വൻസിൽ x3 ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ 3 ടേം ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ഈ 3 ടേം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ കാണിക്കുകയാണ്. x3 എന്ന് പറഞ്ഞാൽ 3 ടേമാണ്. ഇതിൽ ഒന്നാമത്തെ ടേം ഉണ്ട്, രണ്ടാമത്തെ ടേം ഉണ്ട്, മൂന്നാമത്തെ ടേം ഉണ്ട്. ഓക്കെ, ഇതിന് നടുവിലത്തെ ടേം ആരാ? ഓക്കെ, ഇതിന് നടുവിലത്തെ ടേം നമുക്ക് കണ്ടറിയാം, ഇയാളാണ് നടുവിലത്തെ ടേം. അതെ, അതേതാ? x2 ആണ്. ഓക്കെ, x1ഉം x3 അപ്പുറത്തും കിടക്കുന്നു, നടുവിലത്തെ ടേം x2 ആണ്. സോ ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഈ 3 എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ടേംസ്. അതിനോട് കൂടെ എന്ത് കൂട്ടുക? 1 കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, 3 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. അതിനോട് കൂടെ എന്ത് കൂട്ടി? 1 കൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ 3 + 1 4, 4/2 = 2 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? രണ്ടാമത്തെ ടേമാണ് നമ്മുടെ ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, അരിതമെറ്റിക് സീക്വൻസിലെ നടുവിലത്തെ ടേം. ഓക്കെ ആണല്ലോ. സോ ഞാൻ ഒന്നുകൂടെ പോയിന്റ് വായിക്കാം. ഇൻ എൻ അരിതമെറ്റിക് സീക്വൻസിൽ വിത്ത് എൻ ഓഡ് നമ്പർ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രമേ നടുവിൽ ടേം വരുള്ളൂ. ഇപ്പോൾ സപ്പോസ് നോക്കി നോക്കി 4 ടേം ഉണ്ടെന്ന് വിചാരിക്കുക. 1 2 3 4. ഓക്കെ, ഇത് x1, ഇത് x2, ഇത് x3, ഇത് x4. ഓക്കെ, ഇവിടെ എത്ര നടുവിലെ ടേം ഉണ്ടോ നോക്കി. ഇവിടെ 2 ടേംസ് ഉണ്ട്, ഇപ്പുറത്തും എന്താണ്? 2 ടേംസ് ആണ്. സോ ഇതിൻ്റെ നടുവിൽ എന്തില്ല? ടേം ഇല്ല. സോ മിഡിൽ ടേം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു അരിതമെറ്റിക് സീക്വൻസിൽ നടുവിലെ ടേം, മിഡിൽ ടേം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് എന്തായിരിക്കണം? ഒരു ഓഡ് നമ്പർ ഓഫ് ടേംസ് ഉള്ള സീക്വൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സാറല്ല പറഞ്ഞാൽ ഇത് തന്നെ വരെ ഇങ്ങനെ പോകുന്നു, അങ്ങനെയല്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓഡ് നമ്പർ വരെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഓഡ് നമ്പർ വരെ ആണെങ്കിൽ മാത്രമേ അതിനകത്ത് എന്ത് വരുള്ളൂ? മിഡിൽ ടേം വരുള്ളൂ. സോ ആ മിഡിൽ ടേം കണ്ടുപിടിക്കണം. ഏതാണ് ആ മിഡിൽ ടേം എന്നുള്ളത്, അല്ലെങ്കിൽ ഏതാണെന്നല്ല, എത്രാമത്തതാണ് ആ മിഡിൽ ടേം എന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഫോർമുലയാണ് n+1/2. ഓക്കെ, അതായത് നമ്പർ ഓഫ് ടേംസ് n ആണെങ്കിൽ n+1/2. ഓക്കെ, ഇതൊരു ഫോർമുല ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, മുമ്പ് കൺസെപ്റ്റ് പറഞ്ഞ പോലെ ഫോർമുല ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. സോ മിഡിൽ ടേം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫോർമുല ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ സപ്പോസ് നമുക്ക് തന്നേക്കാണ് 7 ടേം ഉണ്ട് വിചാരിക്കുക. x7 ഒരു അരിതമെറ്റിക് സീക്വൻസിൽ 7 ടേം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം ഏതായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, 7 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ്. സോ ഇറ്റ് ഈസ് എൻ ഓഡ് നമ്പർ. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് മിഡിൽ ടേം ഉണ്ടാവില്ലേ? ഓക്കെ, മിഡിൽ ടേം ഉണ്ടായിരിക്കും. സോ നമ്മൾ എന്തെടുത്തു? 7 + 1/2 എന്ത് കിട്ടും? 8/2 4 എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അരിതമെറ്റിക് സീക്വൻസിൽ എന്താ പറയുക, മിഡിൽ ടേമിൻ്റെ വാല്യൂ 4 എന്നാണോ? അങ്ങനെയല്ല കേട്ടോ. അരിതമെറ്റിക് സീക്വൻസിൻ്റെ നാലാമത്തെ ടേം ആണ് എന്തെന്ന് പറയുന്നത്? മിഡിൽ ടേം എന്ന് പറയുന്നത്. പല പിള്ളേരും തെറ്റിക്കുന്നതാണ്. ഈ 4 അതിൻ്റെ വാല്യൂ എന്ന് വിചാരിക്കും അല്ലേ. ഇവിടെ മേലത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ 3 + 1/2 = 4/2 = 2 എന്ന് കിട്ടി. ഈ 2 ആണോ നടുവിലത്തെ ടേം? അല്ല, രണ്ടാമത്തെ ടേം ആണ് മിഡിൽ ടേം എന്ന് മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുള്ളൂ. ആ പറഞ്ഞത് വ്യക്തമായില്ലേ? ഓക്കെ, സോ എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ഒരു അരിതമെറ്റിക് സീക്വൻസിൽ എത്ര ടേം ഉണ്ട് എന്ന് തന്നിട്ട് അതൊരു ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം നമ്മൾ എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണം. മിഡിൽ ടേം കണ്ടുപിടിക്കാനല്ല, മിഡിൽ ടേം എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനോട് കൂടെ 1 കൂട്ടുക, ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ മിഡിൽ ടേം കിട്ടും. അപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണെങ്കിൽ 25 ടേം ഉണ്ട് ഒരു അരിതമെറ്റിക് സീക്വൻസിൽ വിചാരിക്കാം. x 25 ടേമാണ് മൊത്തം ഉള്ളത്. അതിൻ്റെ മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കാം? 25 + 1/2 26/2 എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 13, മേലെ TH എന്ന് എഴുതിക്കോളൂ, എന്നാലും നമുക്കത് ഇതാക്കുള്ളൂ. നമ്മൾ തെറ്റിയിരിക്കും. 13 ടേം എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, 13ാമത്തെ ടേമാണ് നമുക്ക് എന്ത്? മിഡിൽ ടേം ആയിട്ട് കിട്ടുന്നതെന്ന് മനസ്സിലായി.
ഓക്കെ ആണല്ലോ. സോ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഫുൾ ഓഡ് നമ്പേഴ്സിൻ്റെ കൺസെപ്റ്റാണ്. അരിത്തമെറ്റിക് സീക്വൻസിൽ ഓഡ് നമ്പർ ഓഫ് ടേംസ് ഉള്ളതിന് മാത്രമേ ഇത് ഈ പറയുന്ന 5 കീനോട്ടും ആപ്ലിക്കബിൾ ഉള്ളൂ കേട്ടോ. അതൊന്നും ആദ്യം ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ ഇതുള്ളൂ. സോ ഓഡ് നമ്പർ ആണെങ്കിൽ എന്തായിട്ട് നിർബന്ധമായിട്ട് മിഡിൽ ടേം ഉണ്ടായിരിക്കും. ആ മിഡിൽ ടേം കണ്ടുപിടിക്കുന്നത് എന്ത് ഫോർമുല വെച്ചിട്ടാണ്? n+1/2 വെച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതിൽ വലിയ കാര്യമായിട്ട് ആലോചിക്കുന്നില്ല, സിമ്പിളാണ്. ജസ്റ്റ് ഒന്നുകൂടെ പറയുകയാണ്. ഓഡ് ടേം ആണ് നമ്പർ ഓഫ് ടേംസ് എങ്കിൽ അതിൽ നടുവിലെ ടേം എങ്ങനെ കണ്ടുപിടിക്കുക? n+1/2 ചെയ്താൽ മതി. ആ കിട്ടുന്ന സംഖ്യയാണ് എന്തെന്ന് പറയുന്നത് നടുവിലത്തെ. ആ കിട്ടുന്നത് എത്രാമത്തെ ആണോ ആ സംഖ്യയാണ് എന്തെന്ന് പറയുന്നത് നടുവിലത്തെ ടേം ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തന്നു മാത്രം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിലോട്ട് പോകാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറഞ്ഞേക്കുന്നത് ദ സം ഓഫ് ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടേംസ് ആൻഡ് ദ മിഡിൽ ടേം. ഓക്കെ, ഇവിടെ ഞാൻ കാണിക്കുകയാണ്. മിഡിൽ ടേം വെച്ചിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, ഞാനൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുക്കുകയാണ്. 3, അതുപോലെ 7, 11, 15 നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഓക്കെ, ഒരു നമ്പർ കൂടെ വേണം, 90. ഓക്കെ, 3, 7, 11, 15, 90. ഓക്കെ, ഇത് നോക്കി. ഇതിൽ മിഡിൽ ടേം ആരാന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കിവിടെ നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ടോ? ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമ്പർ ഓഫ് ടേംസ് നമുക്ക് എണ്ണി അറിയാലോ. 1, 2, 3, 4, 5 ടേമാണ് ഇവിടെ നമ്പർ ഓഫ് ടേംസ് ഉള്ളത്. സോ 5 ഇതിൻ്റെ മിഡിൽ ടേം ഏതായിരിക്കും എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിപ്പോൾ നമുക്ക് സിമ്പിൾ ആയതുകൊണ്ട് നോക്കാൻ പറ്റും. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. സോ ഇതായിരിക്കും മിഡിൽ ടേം എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? പക്ഷേ വലിയ 25 തന്നിട്ടുണ്ടെങ്കിൽ 25 ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ആ സമയത്താണ് നമ്മൾ പറഞ്ഞത് മിഡിൽ ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 5. സോ 5 + 1/2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 6/2 ഈസ് ഈക്വൽ ടു 3 എന്ന് വെച്ചാൽ 3 മിഡിൽ ടേം. അല്ല, മൂന്നാമത്തെ ടേം ആണ് എന്തെന്ന് പറയുന്നത് മിഡിൽ ടേം എന്ന് പറയുന്നത്. ഇവിടെ മൂന്നാമത്തെ ടേം നോക്കി 11 ആണല്ലോ. ഓക്കെ, മിഡിൽ ടേം ആണ്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് ഇതിൽ തന്നെ ഞാൻ പറയുവാണ്. അതായത് ഈ മിഡിൽ ടേം എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മ്. അതായത് ഇപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഇതുവരെയുള്ള 19 വരെയുള്ള അതിന് ശേഷമുള്ള നമ്പേഴ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 4 അറിയാം. ഓക്കെ, സോ ഇതിൻ്റെ സമ്മ് ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 3 + 7 എത്രയാണ്? 10 അല്ലേ? 10 + 11 എത്രയാണ്? 21. 21 + 15. ഓക്കെ, 21 + 15 6, 3. ഓക്കെ, 36 എന്നിട്ട് 36 + 19. ഓക്കെ, 36 + 19 എത്ര കിട്ടും? 5 ബാക്കി 1. ഓക്കെ, 55 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. സോ ഇതിൻ്റെ സമ്മ് ഞാനിപ്പോൾ കൂട്ടി ജസ്റ്റ് ആ ടേംസിൻ്റെ സമ്മ് ഞാൻ കൂട്ടി കണ്ടുപിടിച്ചു. 55 എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. ഞാനിവിടെ ജസ്റ്റ് എഴുതി വയ്ക്കാം. സമ്മ് എന്ന് പറയുന്നത് 55 ഓക്കെ, ഇനി ഞാൻ എങ്ങോട്ട് വരിക? നമ്മുടെ പോയിന്റിലോട്ട് വരികയാണ്. ദ സം ഓഫ് ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്, അതിൽ ഓഡ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ കൺസെപ്റ്റ് അപ്ലിക്കബിൾ ആവില്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പോഴും ഞാൻ പറയാൻ ചിലപ്പോൾ വിട്ടുപോകും. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ ഈ കൺസെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ള നമ്പർ ഓഫ് ടേംസ് ഉള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നു. അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി? എല്ലാം കൂടെ ഇങ്ങനെ ഇരുന്ന് കൂട്ടേണ്ട ആവശ്യമില്ല. അതിനൊരു ഷോർട്ട് കട്ട് അവർ പറയുകയാണ്. ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടേംസ് ആൻഡ് മിഡിൽ ടേം. ഓക്കെ, സം എന്ന് പറയുന്നത് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടേംസ്. ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1, 2, 3, 4, 5. നമുക്കറിയാം x5 നമ്മളെടുത്ത് അല്ലേ? എത്ര ടേംസ് ഉണ്ട്? 5 ടേം ഉണ്ട്. ഇൻറ്റു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇൻറ്റു എന്ത് ചെയ്താൽ മതി? മിഡിൽ ടേം. മിഡിൽ ടേം എന്താണെന്ന് നോക്കി. നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെ ടേം മിഡിൽ ടേം. മൂന്നാമത്തെ ടേം എത്രയാണ്? 11. സോ 11 എന്ന് പറയുന്നത് ഞാൻ ഇൻറ്റു ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 55 കിട്ടും. അതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയ സമ്മം. ഓക്കെ ആയോ? അതല്ലേ നമ്മുടെ സം എന്ന് പറയുന്നത്. സോ സം എന്ന് പറയുന്നത് ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ കൂട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ഇതൊരു ഫോർമുല ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞു ഫോർമുല ആയിട്ടില്ല, പക്ഷെ നമ്മളൊരു ഫോർമുല ആയിട്ട് എഴുതി വെക്കുക. സം ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു എന്താണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. ഓക്കെ, എം ടി എന്ന് എഴുതാട്ടോ. ഞാനിവിടെ ഷോർട്ടായിട്ട് എം ടി എന്ന് എഴുതിയതാണ്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. ഓക്കെ, അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഓഡ് നമ്പേഴ്സ് ആണ് നമ്പർ ഓഫ് ടേംസ് എങ്കിൽ, ഇപ്പോൾ 6 ടേം തന്നാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. 8 ടേം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. 10 ടേം ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, സോ അങ്ങനെയുള്ള സമയത്ത് സം ഓഫ് ടേംസ് എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം ആണ്. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? മിഡിൽ ടേം നമുക്കറിയണം. ഓക്കെ, മിഡിൽ ടേം കിട്ടിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സം കിട്ടും. മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കുക?
നമ്മൾ പറഞ്ഞ ഓഡ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് നമ്പർ ഓഫ് ടേംസ്, അതേ പ്ലസ് 1/2 ചെയ്താൽ ഇത്രാമത്തെ ടേമാണ് മിഡിൽ ടേം എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ, ആ മിഡിൽ ടേം നമുക്ക് തരും. ഓക്കെ ആണല്ലോ. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സമ്മ് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവട്ടോ, ഞാൻ ആ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു എന്ന് മാത്രം. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. മൂന്നാമത്തെ പോയിന്റിലോട്ട് പോട്ടെ. മൂന്നാമത്തെ പോയിന്റ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് സം ഓഫ് എനി ടു ടേംസ് ഇക്വിഡിസ്റ്റൻസ് ഫ്രം ദ എൻഡ് ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് വേറൊരു കൺസെപ്റ്റാണ്. ഇതിൽ തന്നെ മിഡിൽ ടേമിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, ഓഡ് നമ്പർ ആണ് എന്നുണ്ട് വെച്ചെങ്കിൽ ഞാനിപ്പോൾ അവിടെ ഒരു സീക്വൻസ് എഴുതി 3, 7. നമ്മൾ നേരത്തെ എടുത്ത സീക്വൻസിന് 3, 7, 11, 15, 19. ഓക്കെ, ഇനി ഇതിൽ 11 മിഡിൽ ടേം ആണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ്, ഈ മിഡിൽ ടേമിന് ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ളത്, അതായത് ഇവിടുന്ന് ഞാൻ 1 ഇങ്ങോട്ട് നീങ്ങി ബാക്കിലോട്ട് നീങ്ങുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 7 കിട്ടും. 1 ഫ്രണ്ടിലോട്ട് നീങ്ങുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 15 കിട്ടും അല്ലേ. ഇവർ രണ്ടുപേരുമാണ് എന്തെന്ന് പറയുന്നത്, ഒരു പെയർ, ഈക്വിഡിസ്റ്റൻറ്റ് പെയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ 3ഉം 19 എന്തായിരിക്കും, വേറൊരു പെയർ ആയിരിക്കും. ഓക്കെ, പെയേഴ്സ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഒരാൾക്ക് മാത്രം എന്തുണ്ടാവില്ല, പെയർ ഉണ്ടാവില്ല. അതാരാ, മിഡിൽ ടേം ആയിരിക്കും. ഓക്കെ, മിഡിൽ ടേമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ടേംസിന് നമ്മൾ പെയർ ആക്കി എഴുതുവാണെങ്കിൽ ഓരോ പെയറിൻ്റെ സം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ പെയർ ആരാ, ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് എത്ര, 7 + 15 അതിൻ്റെ രണ്ടിൻ്റെയും സം എങ്ങനെ കണ്ടുപിടിക്കുക, 7 + 15 എത്ര കിട്ടും, 22 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് പെയർ എടുത്ത് നോക്കിയേ. സെക്കൻഡ് പെയർ എന്ന് പറയുന്നത് ആരൊക്കെയാണ്, സെക്കൻഡ് പെയർ എന്ന് പറയുന്നത് 3ഉം 19 എങ്ങനെ പെയേഴ്സ് എടുക്കുന്നത് മനസ്സിലായില്ലേ. അടുത്തടുത്തുള്ള ആൾക്കാരല്ല കേട്ടോ, കോമൺ ഡിഫറൻസ് പോലെ അല്ല. സോ ശ്രദ്ധിക്കുക. ഇനി ആദ്യം മിഡിൽ ടേം നമ്മൾ കണ്ടുപിടിക്കണം. അതിനാണ് ഞാൻ ഏറ്റവും ആദ്യം ഫസ്റ്റ് പോയിന്റ് ആയിട്ട് മിഡിൽ ടേം എത്രാമത്തെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത്. ഓക്കെ, മിഡിൽ ടേം കണ്ടുപിടിച്ചാൽ അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഓരോ ആൾക്കാരിനെ ഇങ്ങനെ കൂട്ടി എടുത്ത് പോവുകയാണെങ്കിൽ പെയേഴ്സ് 25 എണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടുവിൽ ഇങ്ങനെ കുറേ പെയേഴ്സ് വരും അല്ലേ. ഓക്കെ, സോ ആ പെയേഴ്സ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെയേഴ്സ് എപ്പോഴും എന്തായാലും കോൺസ്റ്റന്റ് ആവുമെന്ന് പറഞ്ഞത്. സോ 3 + 19 എത്രയാണ്, 22. അതും 22. ഇതുപോലെ ഇങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതി പോകണമെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിനെ പറ്റുള്ളൂ. അതും ഓഡ് നമ്പേഴ്സ് ഓഫ് നമ്പർ ഓഫ് ടേംസ് ഉള്ളതിന് മാത്രമേ പറ്റുള്ളൂ. എഴുതി പോവുകയാണെങ്കിൽ അത് നിർബന്ധമായിട്ട് ആ പെയേഴ്സിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നോക്കി 25 എണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ പെയേഴ്സ് ഇപ്പോൾ എങ്ങനെയാണ് മനസ്സിലാവുക അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. 25 എണ്ണം ഉണ്ടെങ്കിൽ നടുവിലത്തെ ആൾ 13ാമത്തെ ആയിരിക്കും. അപ്പോൾ 14ാമത്തെയും എന്താ ഇപ്പുറത്ത് കിടക്കുന്ന 12ാമത്തെയും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ് അല്ലേ. അതിനുള്ള ട്രിക്കാണ് അടുത്ത 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 4ാമത്തെ പോയിന്റ്, ഫോർ എനി പെയർ ഓഫ് ടേംസ് ദാറ്റ് ആർ ഇക്വിഡിസ്റ്റൻസ് ഫ്രം ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ് ഓഫ് എ സീക്വൻസ് ദ സം ഓഫ് ദെയർ പൊസിഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ടേം +1. ഓക്കെ, വായിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ, ഞാനിപ്പോൾ പറഞ്ഞ അതിൻ്റെ സെയിം സാധനം. അതായത് നമ്മളിങ്ങനെ എന്താ മിഡിൽ ടേം ഉള്ള ഓഡ് നമ്പർ ഉള്ള നമ്പർ ഓഫ് ടേംസിൽ മിഡിൽ ടേം ഉള്ള ടേംസിന് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സീക്വൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഇക്വിഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എഴുതുന്ന ഓരോ പെയറും, ഓക്കെ, ആ ഓരോ പെയറും എന്തായിരിക്കും, സമ്മ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഓരോ പെയറിൻ്റെയും പൊസിഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, ടോട്ടൽ നമ്പർ ഓഫ് ടേംസിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി, 1 കൂട്ടുന്നതായിരിക്കും. ഇപ്പം ഞാൻ വീണ്ടും നമ്മുടെ എക്സാമ്പിൾ എടുക്കുകയാണ്. 3, 7, 11, 15, 19, 25 എണ്ണൊക്കെ ഉള്ളതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അത് ഞാൻ താഴെ പറയാം കേട്ടോ, എടുക്കാൻ വേണ്ടി, ഇതുപോലെ കാണിച്ചു തരാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ താഴെ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ 3 എന്ന് പറയുന്നത് എന്താ, ഒന്നാമത്തെ ടേമാണ്. 7 എന്ന് പറയുന്നത് എന്താ, രണ്ടാമത്തെ ടേമാണ്. 11 മിഡിൽ ടേം ആയതുകൊണ്ട് 3ാമത്തെ ടേമാണ്. 15 എന്ന് പറയുന്നത് എന്താണ്, 4ാമത്തെ ടേമാണ്. 19 എന്ന് പറയുന്നത് 5ാമത്തെ ടേമാണ് അല്ലേ. ഇതിൽ പെയേഴ്സ് ആരൊക്കെയാണ്, 7ഉം 15ഉം പെയേഴ്സാണ്. അതുപോലെ 3ഉം 19ഉം പെയേഴ്സാണ്. ഓക്കെ, ഇനി ഈ പെയേഴ്സിൻ്റെ ടേംസ് കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി പെയേഴ്സിൻ്റെ പൊസിഷൻ, ഇപ്പം ഞാൻ പറയുന്നത് പൊസിഷനാണ്, രണ്ടും കൂടെ കൺഫ്യൂസ് ആക്കരുത്. പൊസിഷൻ എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത് എത്രാമത്തെ പൊസിഷനാണ്, 1ാമത്തെ പൊസിഷനാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പെയർ ആരാ, 19ആണ്. 19 എത്രാമത്തെ പൊസിഷനാണ്, 5ാമത്തെ പൊസിഷനാണ്. സോ ഫസ്റ്റ് പൊസിഷനും 5ാമത്തെ പൊസിഷനും എത്ര കിട്ടും, 6 എന്ന സംഖ്യ കിട്ടും അല്ലേ. അതുപോലെ 2ഉം 4ഉം എടുത്ത് വയ്ക്കുക. 2ഉം 4ഉം ആണ് അടുത്തത്, 2ാമത്തെ പൊസിഷനും 4ാമത്തെ പൊസിഷനും അല്ലേ. അടുത്ത പെയേഴ്സ് ആരൊക്കെയാണ്, 7ഉം 15ഉം അല്ലേ. സോ 7 എന്ന് പറയുന്നത് 2ാമത്തെ പൊസിഷനും പ്ലസ് 15 എന്ന് പറയുന്നത് 4ാമത്തെ പൊസിഷനും. അത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടണേ, 6 തന്നെയാണ് കിട്ടണേ. സോ അവരുടെ പെയറിൻ്റെ സമ്മ് കൂട്ടിയാലും സെയിം ആണ്, അവരുടെ പൊസിഷനുകൾ നോക്കിയാലും സെയിം ആണ്. ഓക്കെ, ഇതിങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഈ പൊസിഷൻ എന്ന് പറയുന്നത് എന്താ, ടോട്ടൽ നമ്പർ എത്ര ഉണ്ട് നോക്കി, ഇവിടെ 5 എണ്ണം ഉണ്ട്. 5നോട് കൂടെ 1 കൂട്ടുന്നതല്ല 6 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തിനാ ഇങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 25ാമത്തെ ടേമൊക്കെ, ഇപ്പോൾ 25 ടേംസ് സപ്പോസ് ഇപ്പോൾ ഞാൻ പറയാം, 25 ടേം ഉണ്ട് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ. മിഡിൽ ടേം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും,
മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കുക? മിഡിൽ ടേം എന്ന് പറയുന്നത് 25+1/2 26/2 എന്ന് കിട്ടും. 13ാമത്തെ ടേമാണ് മിഡിൽ ടേം അല്ലേ? അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ആൾ നോക്കി, ഇത് 13ാമത്തെ ടേമാണെന്ന് വിചാരിക്കുക. തൊട്ട് ബാക്കിൽ കിടക്കുന്ന ആളായിരിക്കും 12ാമത്തെ ടേം ആയിരിക്കും. തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ആളായിരിക്കും 14ാമത്തെ ടേം ആയിരിക്കും. ഇവരാണല്ലോ ആദ്യത്തെ പെയേഴ്സ് അല്ലേ? ഇതുപോലെ ഇങ്ങനെ ബാക്കിലോട്ട് എഴുതുമ്പോൾ അടുത്ത് 11 15 അടുത്ത് 10 16 അങ്ങനെ 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 കുറേ പെയേഴ്സ് കിട്ടില്ലേ? ഇവരൊക്കെ സം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെ അവരുടെ പൊസിഷൻ്റെ സം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ പൊസിഷൻ്റെ സം നോക്കി 12ാമത്തെ പൊസിഷനും 14ാമത്തെ പൊസിഷനുമാണ്. സോ എത്ര കിട്ടി? 26ാമത്തെ പൊസിഷൻ കിട്ടി അല്ലേ? 26 എന്ന് പറയുന്നത് നോക്കി x 25+1 അല്ലേ? 25 ടേം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? 25 ടേം ഉണ്ടെങ്കിൽ ആ 25+1 ഓക്കെ. അല്ലെങ്കിൽ അതിനെങ്ങനെയും പറയാം, വേറെ രീതിയിലും കൂടെ പറയാം. ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. പുറത്തും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ. സോ 25+1. സോ ഞാൻ പറയുകയാണ് 10ാമത്തെ ടേമിൻ്റെ കൂടെ ഏത് ടേം കൂട്ടിയാലാണ് എനിക്ക് എന്ത് കിട്ടുക? ഈ പെയർ കിട്ടുക. അതെങ്ങനെ മനസ്സിലാവുക? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 26 കിട്ടണം അല്ലേ? 26 കിട്ടണമെങ്കിൽ 10ാമത്തേൻ്റെ കൂടെ 16ാമത്തെ ടേം വേണ്ടേ കൂട്ടാൻ? മനസ്സിലായോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതിനൊരു എളുപ്പവഴിക്കാണ് ഞാൻ ഈ സാധനം പറഞ്ഞത് കേട്ടോ. ടെക്സ്റ്റിൽ ഈ സാധനം വലിയ ക്ലാരിറ്റിയിൽ കൊടുത്തിട്ടില്ല. സോ ഈ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അതുകൊണ്ടാണ് ഞാനൊരു കംപ്ലീറ്റ് ക്ലാസ്സും ഈ കീനോട്ടിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ. സോ ഇവിടെ നോക്കിയേ, ഒന്നുകൂടെ പറയാം. ഇപ്പോൾ സപ്പോസ് ഒരു 35 ടേം ഉണ്ട് നോക്കിയാൽ, 35 ടേം ഉണ്ടെങ്കിൽ ഇതിന് മിഡിൽ ടേം എത്ര കിട്ടുക? 35+1/2 = 36/2 = 18. 18ാമത്തെ ടേമാണ് മിഡിൽ ടേം. ഈ 18 ഓടല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്ത് തെറ്റാണോ? അല്ല. ആ മിഡിൽ ടേം എത്രാമത്തേന്നല്ല നോക്കേണ്ടത്, 35 ഓടാന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ. ഓക്കെ. സോ 18ാമത്തെ ടേം ആണെന്ന് വെച്ചെങ്കിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ആരായിരിക്കും? പെയേഴ്സ് ആയിരിക്കും അല്ലേ? 17ാമത്തതും 19ാമത്തും പെയേഴ്സ് ആയിരിക്കും അല്ലേ? ഓക്കെ. ആ പെയേഴ്സ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളത് നിങ്ങളൊന്നും ചെയ്ത് നോക്കി. ഓക്കെ. ഞാൻ പറയുകയാണ് 10ാമത്തെ ആളുടെ പെയർ ആരാന്ന് എനിക്കറിയണം. എങ്ങനെ കണ്ടുപിടിക്കുക? 10ാമത്തെ ആളുടെ കൂടെ കൂട്ടേണ്ട പെയർ ആരാന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിളാണ്. എങ്ങനെയാ? 35+1 = 36. 36 എന്ന സംഖ്യ കിട്ടുന്നത് 10ൻ്റെ കൂടെ ആരിനെ കൂട്ടുമ്പോഴാണ് 36 കിട്ടുന്നത്? അയാളാണ് അയാളുടെ പേര് അല്ലേ? പ്ലസ് 26ാമത്തെ ആൾ കൂട്ടുമ്പോഴാണ്. നിങ്ങൾ ഇതുപോലെ ബാക്കിലോട്ട് ഒന്നിങ്ങനെ വലിച്ചു നീട്ടി എഴുതി നോക്കി നോക്കണം. ഇവിടെ 17, ഇവിടെ 19 അല്ലേ? സോ ബാക്കിലോട്ട് പോകുമ്പോൾ ഇവിടെ 16, ഇവിടെ 20 വരും അല്ലേ? ഇനി ഇവിടെ 15 വരും, ഇവിടെ 21 വരും. 15 വരും, 21 വരും. അടുത്ത എന്താണ്? 14 വരും, ഇവിടെ 22 വരും. ഇവിടെ 13 വരും, ഇവിടെ 23 വരും. ഓക്കെ. ഇവിടെ 12 വരും, ഇവിടെ 24 വരും. ഇവിടെ 11 വരും, ഇവിടെ 25 വരും. ഇവിടെ 10 വരും, 26 വരും അല്ലേ? ഇവരല്ലേ പെയേഴ്സ്? ഓക്കെ. ഇങ്ങനെ എഴുതി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പറോട് കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണോ ഈ സ്ഥലത്തിൻ്റെ പെയേഴ്സ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? മനസ്സിലായി എന്ന് വിചാരിക്കണം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് കാണുക കേട്ടോ. ഓക്കെ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ. 5ാമത്തെ ലാസ്റ്റ് പോയിന്റിലോട്ട് പോകാം. ലാസ്റ്റ് പോയിന്റ്. ഓക്കെ. ഇഫ് എ സീക്വൻസ് ഹാസ് മിഡിൽ ടേം, ഓക്കെ, ഒരു സീക്വൻസിന് മിഡിൽ ടേം ഉണ്ടെങ്കിൽ ദ സം ഓഫ് any pairs of equidistance from the end will be exactly twice the value of middle term. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നമ്മുടെ പഴയ സീക്വൻസ് തന്നെ എടുക്കുകയാണ്. 3 7 11 15 19. മിഡിൽ ടേം ആരാ? 11 നമുക്കറിയാം. ഓക്കെ. ഇവർ രണ്ടുപേരുടെയും സമ്മ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. 7 + 15 എന്ന് പറയുന്നത് എത്രയാണ്? 7 + 15. ഇത്ര നേരം നമ്മൾ പൊസിഷനാണ് പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും ടേംസിലോട്ട് തന്നെ വരിക കേട്ടോ. ഓക്കെ. എത്ര ചെയ്യും? 22 എന്ന് കിട്ടും. ഓക്കെ. അതേപോലെ അടുത്ത ടേംസ് എടുത്താലും അതും എത്ര തന്നെ ആയിരിക്കും? 22 ആയിരിക്കും. നമ്മൾ പഠിച്ചു അല്ലേ? ഈ 22 നോക്കിക്കേ, മിഡിൽ ടേമിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ എന്താ? 11 മിഡിൽ ടേം. അത് ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 22 കിട്ടും. ഓക്കെ. സോ ഏതൊരു എന്താ പറയുക, മിഡിൽ ടേം ഉള്ള സീക്വൻസ് ആണെങ്കിലും അതിനെ നമ്മൾ 2 പെയേഴ്സ് ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ ആ പെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഓക്കെ, പെയറിൻ്റെ സമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും മിഡിൽ ടേമിൻ്റെ എന്തായിരിക്കും? ഇരട്ടിയായിരിക്കും. ഓക്കെ. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് സാധനമാണ്. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഓൺലൈനിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. ഇങ്ങനെയാണ് 5 പോയിന്റ്സ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ സമ്മപ്പ് ചെയ്യാണ് പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? എൻ്റെ കൂടെ പറയാൻ ശ്രമിക്കുക കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? നമ്മളൊരു ഓഡ് നമ്പർ ഓഫ് ടേംസ് ഉള്ളൊരു സീക്വൻസ് ആണ് കിട്ടുന്നത് എങ്കിൽ ഈ 5 പോയിന്റ് അതിന് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണേ. ഓക്കെ. ഓഡ് നമ്പർ ഓഫ് ടേംസ് ഉള്ള ഒരു സീക്വൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അതിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? n+1/2 ചെയ്യണം. ഓക്കെ ആണല്ലോ? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഈ മിഡിൽ ടേം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് എന്ത് കിട്ടും? ഓരോന്നിനും ഓരോ പെയേഴ്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റും ഇല്ലേ? അങ്ങനെ പെയേഴ്സ് ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ ആ എല്ലാ പെയേഴ്സിൻ്റെ സമ്മും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായി. മൂന്നാമത്തെ പോയിന്റ്, ഇങ്ങനെ സം ഓഫ് പെയേഴ്സ് ആക്കിയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ മറ്റേ പെയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടലിനോട് കൂടെ ഒന്ന് കൂട്ടിയൊരു നമ്പർ കിട്ടും. ആ ഏത് പെയേഴ്സ് കൂട്ടിക്കഴിഞ്ഞാലും എന്ത് കിട്ടും? നമുക്ക് ഈ ഒരു നമ്പർ തന്നെ കിട്ടണം. അത് പൊസിഷനെ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അതാണ് എന്തെന്ന് പറയുന്നത് നാലാമത്തെ പോയിന്റ്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റിന് നമ്മൾ എന്ത് പറഞ്ഞു? എപ്പോഴും മിഡിൽ ടേമിൻ്റെ ഇരട്ടി ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ സം ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മിഡിൽ ടേമിൻ്റെ ഇരട്ടി ആയിരിക്കും. എന്താ അതിൻ്റെ ഇടയിൽ ഞാനൊരു പോയിന്റ് വിട്ടു. പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എപ്പോഴും സം ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു എന്താണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഓക്കെ, സം ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. എന്ത് ചെയ്ത് വെക്കണം? ഒരു ബോക്സിലാക്കിയിട്ട് തന്നെ വെക്കണം. ബാക്കിയുള്ളതൊക്കെ കൺസെപ്റ്റുകളാണ്, മനസ്സിലാക്കി വെക്കണം. നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഈ ഒരു ഫോമുല പോലെ എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ് പക്കയായിട്ട് എന്ത് ചെയ്ത് വെക്കുക? നോക്കി വെക്കുക. സം ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, കൺസെപ്റ്റാണ്, നന്നായിട്ട് മനസ്സിലാക്കുക. മനസ്സിലാവാത്തവർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ക്ലാസ് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.